ഇതാണ് കായട. കായട എന്ന് പറയുമ്പോൾ നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യുന്ന അടയാണ് കേട്ടോ. നമ്മുടെ പത്തിരി മാവ് പരത്തിയിട്ട് അട ഉണ്ടാക്കുന്നതിന് പകരം നമ്മുടെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് അട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾ, പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇത് കൊടുത്താൽ അവരെത്ര വേണമെങ്കിലും കഴിച്ചോളും. അവർക്ക് മനസ്സിലാവില്ല ഇതിൽ പഴം ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇത് ഈ ഒരു ഷേപ്പിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അവർക്ക് കാണാനും നല്ല ഭംഗിയായിരിക്കും. നമുക്കാണെങ്കിലും വൈകുന്നേരം കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 നേന്ത്രപ്പഴം, നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴമാണ് കേട്ടോ, പച്ചയാവരുത്, അത്യാവശ്യം പഴുത്തതായിരിക്കണം. ഒരു 3 എണ്ണം എടുത്തിട്ട് ആവിയേറ്റാൻ വെച്ചിട്ടുണ്ട്. അത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര പൊടിച്ചത് ഞാനൊരു പാത്രത്തിലിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഇതൊന്ന് ഉരുകി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി ഈ തേങ്ങയും ശർക്കരയും കൂടെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം. ഇതിപ്പോൾ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 നുള്ളു ചുക്ക് പൊടിയും 2 ഏലക്കായ ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കായ പൊടിയായാലും കുഴപ്പമില്ല. ചുക്ക് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടിപ്പോയാൽ അടേൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് 2 നുള്ളി കൂടുതൽ ചേർക്കരുത് കേട്ടോ. ഇനി ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ നേരത്തെ വേവാൻ വെച്ച പഴം എന്തായി നോക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ പഴം ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത്യാവശ്യം പഴുത്ത പഴം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അട കഴിക്കുമ്പോൾ ഒരു ചെറിയ പുളിപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ പഴമൊക്കെ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ അതിന് അകത്തുള്ള ആ ഒരു നാരുണ്ടല്ലോ, അതും നമുക്ക് കളയണം കേട്ടോ. ഇപ്പോൾ ഞാനിതൊരു ഫോർക്ക് വെച്ച് കുത്തിയിട്ടാണ് കളയുന്നത്, കാരണം അത് നല്ല ചൂടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാ പഴത്തിൻ്റെയും തൊലിയൊന്ന് ആദ്യം കളയാം. എന്നിട്ട് അതിൻ്റെ നടുക്കുള്ള നാര്, ആ ഒരു കുരുകുരു പോലത്തെ കറുത്ത നാരുണ്ടല്ലോ, അതൊന്ന് എടുത്ത് കളയണം. ഇല്ലെങ്കിൽ നമ്മൾ അട കഴിക്കുമ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസാണ്. അപ്പോൾ ഇതാ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിങ്ങനെ ഒന്ന് നടുക്ക് കീറി കൊടുത്തിട്ട് ഇതുപോലെ ഈ നാരെടുത്ത് മാറ്റാം. ഇത് പുഴുങ്ങി കഴിയുമ്പോൾ തന്നെ ഈ നാരൊന്ന് വേറിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതെടുത്ത് കളയാനും നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ് വെച്ച് നന്നായിട്ട് ഉടച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈ വെച്ചിട്ട് ഉടയ്ക്കാം, അല്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമുക്കിനി പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ പത്തിരിപ്പൊടിക്ക് പ്രത്യേകിച്ച് അളവൊന്നും പറയാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ആ പഴത്തിൻ്റെ ഒരു നനവിനനുസരിച്ചാണ് പത്തിരിപ്പൊടി ആവശ്യമായിട്ട് വരിക. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി അഥവാ വെള്ളത്തിൻ്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ മാവ് വേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കില്ല, ആ ഒരു പരുവം തന്നെ. ഇനി നമ്മളിതിനെ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ സാധാരണ ഇടിയപ്പത്തിനൊക്കെ ചുറ്റിക്കുന്ന പോലെ ചുറ്റിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വായലുണ്ടെങ്കിൽ അതിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല നൂല് പോലുള്ള ഷേപ്പും കറക്റ്റായിട്ട് പൊട്ടിപ്പോവാണ്ടൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ അടുത്ത് വായലില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിൻ്റെ നടുക്ക് ആ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് പതുക്കെ മടക്കി കൊടുക്കാം, കാരണം ഇത് ഇലയിലല്ലാത്തതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്. എന്നിട്ട് ഈ ഇഡ്ഡലിച്ചമ്പിൽ ഞാൻ ആവി കയറ്റാൻ വേണ്ടിയിട്ട് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട് അതിലേക്ക് പതുക്കെ ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ വേവിക്കണം. അതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അട നന്നായിട്ട് വെന്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ അതിന് മുകളിൽ വേറൊരു പാത്രം വെച്ച് ഒന്നും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കാണിക്കാൻ വിട്ടുപോയതാണേ. അപ്പോൾ ഇതാ നമ്മുടെ അടയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചൂടോടെ തന്നെ ഈ പാത്രത്തിൽ നിന്ന് എടുക്കാനൊക്കെ കിട്ടും. പക്ഷേ ചൂടോടെ എടുക്കുമ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് കൂടുതലാണ്, കാരണം ഇത് വാഴയിലല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. വാഴയിലയിൽ നിങ്ങൾ വെക്കുകയാണെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട. നമുക്ക് ആ വാഴയിലങ്ങ് എടുത്ത് മാറ്റിയിട്ട് കുറച്ച് ചൂട് തണുത്തിട്ട് കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ അടയൊക്കെ അവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഒന്ന് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്തു നോക്കുക. അപ്പോൾ അവരെന്തായാലും കഴിക്കും. അപ്പോൾ പഴം കഴിക്കാത്ത കുട്ടികളെ കഴിപ്പിക്കാനുള്ള നല്ലൊരു ഐഡിയയും കൂടിയാണ്. പിന്നെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാണ്ട് നമുക്ക് വൈകുന്നേരം നല്ല അടിപൊളി ഒരു സ്നാക്കും ആയില്ലേ. അങ്ങനെ നമ്മുടെ നൂലട അല്ലെങ്കിൽ കായട റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സാധാരണ പോലെ ഇലയിൽ പരത്തിയിട്ട് സാധാരണ അട പോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പം നൂൽപുട്ടിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്